ഹായ് വടീസ്, ഞാൻ ഓൾഡ് വൺ റോണി. എൻ്റെ ചെറിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഇച്ചിരി പഴയതാണ്, അതിപ്പം അങ്ങനെ കാണാനൊന്നുമില്ല, അതുകൊണ്ട് ഒന്ന് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നതാണ്. ഇത് ഉപകാരപ്പെടുന്നവരൊക്കെ ഉപകാരപ്പെടട്ടെ. നല്ലൊരു വീഡിയോ ആണ്. ഏതായാലും എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെല്ലാം ടി വി ഉണ്ട്, ഹോം തിയേറ്റർ ഉണ്ട്, റിമോട്ട് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നമ്മുടെ വീട്ടിലുണ്ട്. എന്നാൽ നമ്മുടെ റിമോട്ട് ബാറ്ററി തീർന്നതാണോ ഡെഡ് ആയതാണോ എന്നറിയാനുള്ളൊരു ഓപ്ഷനുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ വർക്കാവത്തില്ല. ചിലപ്പോൾ ബാറ്ററി ചാർജ് ഉണ്ടാകാം, അന്നേരം റിമോട്ട് വർക്കാതിരിക്കാം, റിമോട്ട് പോയതാണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തില്ല. അന്നേരം നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഈ റിമോട്ട് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ളൊരു ഓപ്ഷനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അന്നേരം ഞാനതിങ്ങനെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നോർമലി നമ്മുടെ വലിയ റിമോട്ടും ചെറിയ റിമോട്ടും എല്ലാം ഉണ്ട്. നമ്മുടെ LED സ്ട്രിപ്പുകൾക്ക് വരുന്ന പോലെ റിമോട്ടുകളുണ്ട്. ഇതെങ്ങനെ വർക്കിംഗ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. അതിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ക്യാമറ ഉള്ള ഫോണാണ് വേണ്ടത്. ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഒരു ക്യാമറ ഉള്ളൊരു ഫോൺ. ക്യാമറ ഉള്ളൊരു ഫോൺ എടുക്കുക, നമ്മൾ അതിൻ്റെ ക്യാമറ ഓൺ ആക്കുക. ഇതിപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ക്യാമറ അതിൻ്റെ ഓൺ ആണ്. ക്യാമറ ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ഒരു റിമോട്ട് അതായത് വർക്കിംഗ് ആണോ അല്ലയോ എന്നറിയാം. അതിന് നമുക്ക് നോക്കിയാൽ അറിയാം, ഇത് റിമോട്ട് ഇതിൻ്റെ നമുക്ക് ക്യാമറയ്ക്കകത്തോടെ കാണാൻ സാധിക്കും. അന്നേരം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാം റിമോട്ടിൻ്റെ മേളിൽ ഇതുപോലൊരു LED ലൈറ്റ് പോലൊരു സാധനം നമുക്ക് കാണാൻ സാധിക്കും. മിക്കവാറും റിമോട്ടുകൾക്കുണ്ട്. അത് നമുക്ക് ചില റിമോട്ടുകൾക്ക് കാണാൻ സാധിക്കത്തില്ല, ഇതിൻ്റെ അകത്ത് ഉണ്ട് അതിൻ്റെ ഒരു സെൻസർ, അതായത് കവറിങ് വരുന്നതാണത്. അന്നേരം നമ്മൾ ഈ റിമോട്ട് ഒരെണ്ണം എടുക്കുക, എന്നിട്ട് നമ്മൾ ഈ ക്യാമറയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിൽക്കുമ്പം ഇപ്പോൾ ആ ക്യാമറയ്ക്കകത്ത് കാണാൻ സാധിക്കാൻ പറ്റത്തില്ല, ഇതിൻ്റെ ബാറ്ററിക്ക് പവർ കുറവാണ്. പക്ഷേ ഇതുണ്ട്, നമുക്ക് ലൈറ്റ് കത്തുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഞാൻ വേറെ റിമോട്ട് കാണിക്കാം. ഇത് നമുക്കിതിലേക്ക് നോക്കിയാൽ കാണാം, ഈ റിമോട്ട് മിന്നുന്നുണ്ട്. ഇതിൽ LED ലൈറ്റ് കത്തുന്നതായിട്ട് നമുക്ക് ഇത് ക്യാമറയ്ക്കകത്തോടെ കാണാൻ പറ്റും. നമുക്ക് നോർമലി നോക്കിയാൽ കാണാൻ പറ്റത്തില്ല, പക്ഷേ ഈ ക്യാമറയ്ക്കകത്തോടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇത് നോർമലി നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതിപ്പോൾ ഒരു റിമോട്ട് ഇത് നോക്കിയാൽ കാണാം, ഇത് വർക്കിംഗ് അല്ലേ റിമോട്ട്. അതേസമയം വേറൊരു റിമോട്ട് ഇത് നോക്കിയാൽ അറിയാം, ഒരു നീല ലൈറ്റ് കത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് നോക്കി റിമോട്ട് കംപ്ലൈൻ്റ് ഉണ്ടോ ഇല്ലയോ നമുക്ക് കാണാൻ സാധിക്കും. കാണാനല്ല, ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. അന്നേരം ഇങ്ങനെ ഒരു ക്യാമറ ഫോൺ ഉപയോഗിച്ചാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ക്യാമറ വെച്ച് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ്, ഇപ്പം എൻ്റെ ഈ വീഡിയോ എടുക്കുന്നത് ക്യാമറ ഉപയോഗിച്ചാണ്. അന്നേരം എനിക്ക് ഡയറക്റ്റ് ഇത് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ലൈറ്റ് കത്തുന്നത് കാണാൻ സാധിക്കും. ഞാനിപ്പം കാണിച്ചു തന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ക്യാമറ എടുക്കുക, ഇങ്ങനെ ചെയ്തു തരിക എന്നുള്ളത് മാത്രം. ചെയ്തു തരിക എന്നല്ല, നോക്കുക എന്നുള്ളത്. നോർമലി ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ഞാനിപ്പോൾ എടുക്കുന്ന ഈ റിമോട്ടുകളിലെല്ലാം ലൈറ്റ് കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ലൈറ്റ് കത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിപ്പം ഈ റിമോട്ട് ഡെഡ് ആണ്, ഇതിൽ കത്തുന്നില്ല. പക്ഷെ ഇത് നല്ലതാണ്. അത് ഇതിൻ്റെ ബാറ്ററി വേണം ഊരി കാണിക്കാം. ബാറ്ററി ഊരി കഴിയുമ്പോൾ ഇത് കത്തത്തില്ല. ബാറ്ററി ഞാൻ ഒരെണ്ണം ഊരിയിട്ടുണ്ട്, കത്തുന്നില്ല. അതേസമയം ഞാൻ ആ ബാറ്ററി തിരിച്ചിടുന്നു, ഇപ്പം കത്തുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്തത് സിമ്പിളായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും, റിമോട്ട് പോയതാണോ അല്ലെ. വെറുതെ ഒരു റിമോട്ട് മേടിച്ച് നമുക്ക് പൈസ കളയേണ്ട ആവശ്യമില്ല. നമുക്കൊരു ബാറ്ററി ഇട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം മാത്രം റിമോട്ട് മേടിച്ചാൽ മതി. ഏതായാലും ഇത് കുറേ പേർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.